Hi all, welcome back to NRExamPrep. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ്, അത് നമ്മുടെ CHNM എന്ന എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് വരാനുള്ള CHNM എന്ന് പറയുന്ന നമ്മുടെ സിലബസിൽ നിന്ന് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ITI അവരുടെ തന്നെ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ഒരു 100 ക്വസ്റ്റ്യൻസോളം നമ്മൾ കവർ ചെയ്ത് പോവും. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇനി നമുക്കറിയാം 17th നമ്മുടെ ആ ഒരു എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇനി ഒരു വെറും 5 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മളിതിൻ്റെ സിലബസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ CHNM എക്സാം എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം COPA എന്ന് പറയുന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം രണ്ട് സിലബസുകൾ എടുത്ത് നോക്കുമ്പം കുറേ പോർഷൻസ് സിമിലർ ആണ്. ഓക്കെ, കുറച്ച് ചേഞ്ചസേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ആ സിലബസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിതിൽ ഈ വേർഡ്, ഈ MS വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് ഇതെല്ലാം നമ്മുടെ ആ COPA എന്ന് പറയുന്ന എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. പോർഷൻസും ഏറെക്കുറെ സെയിം തന്നെയാണ്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഡിവൈസുകൾ, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻറ്റൽസ്, മെമ്മറി, അങ്ങനെ തുടങ്ങി ഇതിലുള്ള ഒരുവിധം നെറ്റ്വർക്കിങ്ങിൻ്റെ കോൺസെപ്റ്റും അതിൽ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്, വെബ്, ITയിലോ. അപ്പോൾ ഇതെല്ലാം ഇത്രയും ചാപ്റ്റേഴ്സ് സിമിലർ ആണ്. നിങ്ങൾക്ക് ചില ടോപ്പിക്കുകൾ വ്യത്യാസമുള്ളൂ, പക്ഷേ എന്താണ് ഏറെക്കുറെ എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ വേർഡും എക്സലൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ആക്ച്വലി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതും ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും ജൂനിയർ ഇൻസ്ട്രക്ടർ COPA എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഈ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ COPA എന്ന് പറയുന്നതിന് മാത്രമല്ലാതെ CHNM ആൾക്കാർക്കും അത് യൂസ്ഫുൾ ആണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി CHNM ആർക്ക് വേണ്ടിയിട്ടാണ്. കാരണം COPA എന്ന് പറയുന്ന ആ ഒരു എക്സാം കഴിഞ്ഞു. നല്ല സിമ്പിളായിരുന്നു എക്സാം. അത്യാവശ്യം നല്ല സ്കോർ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എന്നാൽ നമുക്കിനി കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഹാർഡ്വെയർ. ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഹാർഡ്വെയർ. അടുത്ത ചോദ്യം, ബെസ്റ്റ് ക്വാളിറ്റി ഗ്രാഫിക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ബെസ്റ്റ് ക്വാളിറ്റി ഗ്രാഫിക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ആൻസർ പ്ലോട്ടർ. അടുത്ത ചോദ്യം, വിച്ച് ഡിവൈസ് ഈസ് റിക്വയർഡ് ഫോർ ദി ഇൻ്റർനെറ്റ് കണക്ഷൻ. വിച്ച് ഡിവൈസ് ഈസ് റിക്വയർഡ് ഫോർ ദി ഇൻ്റർനെറ്റ് കണക്ഷൻ. മോഡം. അടുത്തത്, എക്സാമ്പിൾസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ഓഫ് കമ്പ്യൂട്ടർ. എക്സാമ്പിൾസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ഓഫ് കമ്പ്യൂട്ടർ. എന്തൊക്കെ ഓപ്ഷൻ? സ്ക്രീന്, പ്രിൻ്റർ, സ്പീക്കർ. നമുക്കറിയാം ഇതെല്ലാം എന്തുതന്നെയാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. അടുത്ത ചോദ്യം, മെമ്മറി വിച്ച് ഫോർഗെറ്റ്സ് എവറിത്തിങ് വെൻ യു സ്വിച്ച് ഓഫ് ദ പവർ ഈസ് നോൺ ആസ്. മെമ്മറി വിച്ച് ഫോർഗെറ്റ്സ് എവറിത്തിങ് വെൻ യു സ്വിച്ച് ഓഫ് ദി പവർ ഈസ് നോൺ ആസ് വോളറ്റൈൽ. ഇതിന് എക്സാമ്പിളാണ് ആര്? നമ്മുടെ റാം എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ റാം. അങ്ങനെയാണെങ്കിൽ നോൺ വോളറ്റൈലിന് ആരാണ് എക്സാമ്പിൾ? റോം. നമ്മുടെ റോമാണ് നോൺ വോളറ്റൈലിന് എക്സാമ്പിൾ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്തത്, VDU ഈസ് called. VDU is also called. VDU is also called സ്ക്രീൻ എന്നും മോണിറ്ററും രണ്ടും സെയിം തന്നെയാണ്. സോ ഓപ്ഷൻ സി, ബോത്ത് ഓഫ് ദീസ്. What allows you to print on both the sides of the printer? What allows you to print on both sides of the printer? ഡ്യൂപ്ലെക്സർ. ഇതിൽ നിങ്ങൾ ഹിന്ദി ക്വസ്റ്റ്യൻ കണ്ടിട്ട് കൺഫ്യൂസ് ചെയ്യണ്ട.
നമുക്ക് ഈ ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും എക്സാം ഇംഗ്ലീഷിലാണല്ലോ, അപ്പോൾ ഇംഗ്ലീഷ് പാർട്ട് മാത്രം നിങ്ങൾ ജസ്റ്റ് മൈൻഡ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അവിടെ ഹിന്ദി വന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ PSC എക്സാമിന് എന്തായാലും ഹിന്ദി വരാൻ പോകുന്നില്ല, അവിടെ ഇംഗ്ലീഷിൽ മാത്രമാണ് ചോദ്യം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഇത് പറഞ്ഞു, ഞാൻ ITIൻ്റെ തന്നെ അവരുടെ സിലബസിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണത്. അതേ സിലബസ് ആണല്ലോ നിങ്ങൾക്കും പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ടാണ് അവിടെ ഹിന്ദി വന്നിട്ടുള്ളത്. കാരണം നമ്മളിത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, അയ്യോ PSCക്ക് എന്താ ഹിന്ദിയൊക്കെ ഉണ്ടോ എന്ന്. ഹിന്ദിയൊന്നുമില്ല, ഇതിൽ ഇംഗ്ലീഷ് പാർട്ട് മാത്രമേ വരുള്ളൂ കേട്ടോ. ഇതെടുത്തപ്പം അതിൽ ഹിന്ദിയും കൂടി ഉണ്ടായിരുന്നേ ഉള്ളൂ. അതെന്തായാലും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നമുക്ക് വേണ്ടത് എന്താ, ഇംഗ്ലീഷ് പാർട്ടില്ല, അത് ഇവിടെ ഉണ്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി, വേണ്ടത് മാത്രം നോക്കുക, ബാക്കിയുള്ളത് അങ്ങ് ഒഴിവാക്കി വിടുക. അപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്? വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്? ആൻസർ പാൻ. അപ്പോൾ വേറെ നെറ്റ്വർക്കുകൾ എന്തൊക്കെയുള്ളത്? വേറെ നെറ്റ്വർക്ക് ഏതൊക്കെയുള്ളത്? പാൻ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു സിസ്റ്റം എൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതെന്താണ്? എനിക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് അത് അല്ലേ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ അവരുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റഡ് ഏരിയയിൽ ഇപ്പോൾ ബ്ലൂടൂത്ത് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ പാൻ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പ്ലേലിസ്റ്റിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, എ കമ്പ്യൂട്ടർ cannot boot if it does not have. A computer cannot boot if it does not have ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദി ഫോളോയിങ് ഫിഗർ. ഐഡൻറ്റിഫൈ ദി ഫോളോയിങ് ഫിഗർ. എന്താണിത്? വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. എന്താണിത്? വോൾട്ടേജ് റെഗുലേറ്റർ. അടുത്ത ചോദ്യം, പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് ഡേറ്റ ഡ്യൂറിങ് പവർ ഫെയിലിയേഴ്സ്. പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് ഡേറ്റ ഡ്യൂറിങ് പവർ ഫെയിലിയേഴ്സ്. എന്താണ് ആൻസർ? UPS അല്ലേ. നമുക്ക് കറണ്ട് പോയാൽ നമ്മൾ കുറച്ച് നേരമെങ്കിലും ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? UPS ആണ് അല്ലേ. അത് തന്നെയാണ് അവിടെ ചോദ്യം. അടുത്തത്, മോസ്റ്റ് കോമൺ ടൂൾ യൂസ്ഡ് ടു റെസ്ട്രിക്റ്റ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. മോസ്റ്റ് കോമൺ ടൂൾ യൂസ്ഡ് ടു റെസ്ട്രിക്റ്റ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഏതാണ്? പാസ്വേഡ് അല്ലേ. നമ്മൾ ഒരുവിധം ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്നത് എന്താണ്? പാസ്വേഡ് വെക്കും അല്ലേ. നിങ്ങളുടെ മൊബൈൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഏതൊരു സാധാരണ ആളും ചെയ്യുന്ന ഫസ്റ്റ് പ്രൊട്ടക്ഷൻ എന്താണ്? പാസ്വേഡ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. സോ അടുത്ത ചോദ്യം, ട്രാൻസ്ലേറ്റ് ആൻഡ് എക്സിക്യൂട്ട്സ് പ്രോഗ്രാം ആൻഡ് റൺ ടൈം ലൈൻ ബൈ ലൈൻ. ഇതിൻ്റെ എന്താ പറയുക, ലൈൻ ബൈ ലൈൻ അല്ലാതെ അറ്റ് വൺസ് എന്നുള്ള അല്ലെങ്കിൽ വൺ ടൈം എന്നായിരുന്നു നമ്മുടെ കോപ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാം പറഞ്ഞല്ലോ. അവരുടെ എക്സാമിന് ചോദിച്ച ചോദ്യം, കോപ്പാനിൽ ചോദിച്ച ചോദ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ആൻഡ് എക്സിക്യൂട്ട്സ് പ്രോഗ്രാം അറ്റ് വൺ ടൈം ഏതായിരുന്നു എന്നാണ്. വൺ ടൈം ആണെങ്കിൽ അത് കമ്പൈലറാണ്. ലൈൻ ബൈ ലൈനായിട്ട് ചെയ്യുന്ന ആൾ ഇൻറ്റർപ്രെറ്ററാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ കമ്പൈലറും ഇൻറ്റർപ്രെറ്ററും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? ഇൻറ്റർപ്രെറ്റർ ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക പ്രോഗ്രാമുകളേനെ. അതേസമയം കമ്പൈലർ ആണെങ്കിൽ 10 കോഡ് ഉണ്ടെങ്കിൽ 10 കോഡിനെയും ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് കമ്പൈലർ. അടുത്ത ചോദ്യം, സിപ്പ് ഡിസ്ക്സ് ഹാസ് കപ്പാസിറ്റി. സിപ്പ് ഡിസ്ക്സ് ഹാസ് കപ്പാസിറ്റി എത്രയാണ്? ഇതെല്ലാം ഉണ്ട്. 100 MB, 250, 750. സോ ഓൾ ഓഫ് ദീസ്. അടുത്ത ചോദ്യം, a zip is a program used to. A zip is a program used to. എന്തിനാണ് നമ്മൾ സിപ്പ് ഫയൽസ് എന്ന് പറയുക? കംപ്രസ് ചെയ്ത ഫയലുകളെ അല്ലേ. അപ്പോൾ കംപ്രസ്ഡ് ഫയൽസ് ആണ് എന്ത്? സിപ്പ് ഫയൽ. അടുത്ത എന്താണ് ചോദ്യം? The roller that grabs the paper to feed it into the printer. The roller that grabs the paper to feed it into the printer. ആൻസർ എന്താണ് വരിക? പിക്ക് റോളർ. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, പിക്ക് റോളർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, പിക്ക് റോളർ. അടുത്ത ചോദ്യം, what is indication that battery of motherboard is exhausted? What is indication that battery of motherboard is exhausted? ആൻസർ എന്താണ് വരിക? on booting time or on booting system time, date and other variables are not maintained. അപ്പോൾ
ബൂട്ട് ചെയ്യുന്ന സമയത്ത്, സിസ്റ്റങ്ങൾ ബൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈമർ, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബാറ്ററി ഓഫ് മദർ ബോർഡ് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, the tracks of a hard disk is further subdivided into, the tracks of a hard disk is further subdivided. ഹാർഡ് ഡിസ്കിൻ്റെ ട്രാക്കുകളെ വീണ്ടും ഡിവൈഡ് ചെയ്തതിനെ എന്ത് വിളിക്കും, സെക്ടേഴ്സ് എന്ന് പറയും അല്ലേ. ഓരോന്ന് നമ്മൾ വിളിക്കുന്നതാണ് സെക്ടർ. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതെല്ലാം പോയി ചെക്ക് ചെയ്ത് നോക്കാം. അതെല്ലാം നമ്മുടെ കോപ്പ എന്ന് പറയുന്ന ആ സിലബസ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും ആക്ച്വലി യൂസ്ഫുൾ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത, എ സേഫ്റ്റി പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ്, ആൻസർ എന്താ വരിക, 4 E's. അടുത്തത്, for household wiring and small units which should be used for household wiring and small units which should be used for, answer MCB. അടുത്ത ചോദ്യം, tools required to cleaning of computer, ആൻസർ എന്തൊക്കെ വേണം, നമുക്ക് സ്മോൾ ബ്രഷ് വേണം, വാക്വം ക്ലീനർ വേണം, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആൻഡ് ഇറേസർ വേണം. സോ വി ക്യാൻ സേ ദാറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്തത്, ഫങ്ഷൻ ഓഫ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റ്. എന്താണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത്, എന്താണ്, അതെന്ത് ചെയ്യും, ഇറ്റ് ക്ലിയേഴ്സ് അപ്പ് ആൻഡ് റിപ്പയർസ് ബ്രോക്കൺ ഫയൽസ് ദാറ്റ് clutter up your PC and slow it. എന്താണ്, it clears up and repairs broken files that clutter up your PC and slow it. അടുത്ത ചോദ്യം, printer in which output is printed by the use of light beam and particles of ink infused on paper is best classified as. Printer in which the output is printed by the use of light beam and particles of ink infused on paper. എന്താണത്, ഏത് പ്രിൻ്ററാണ് വരിക? ഈ ഒരു പ്രിൻ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു എക്സാമിന്, കോപ്പേൻ്റെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈ ഇങ്ക് യൂസ് ചെയ്യുന്നത് ഏത് പ്രിൻ്ററിലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസർ ലേസർ പ്രിൻ്റർ. അടുത്ത ചോദ്യം, the ribbon is used in, answer dot matrix printer. അടുത്ത ചോദ്യം, in the above figure the part 2 of laptop of this in circle is, നേരത്തെ തന്നിട്ടുള്ള ഒരു പിക്ചറിൽ പാർട്ട് 2 ഓഫ് ലാപ്ടോപ്പ് ഓഫ്, അതായത് ഇൻ സർക്കിൾ ചെയ്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിന് ആൻസർ എന്തായാലും വരുന്നത് ഏതാണ്, ബാറ്ററിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, which can be thought of as an upturned mouse ball with surrounding buttons. upturned mouse ball with surrounding buttons, ഇതിൽ ഏതാണ് ആ ഒരു ഇതിലുള്ളത്? ആൻസർ ട്രാക്ക് ബോൾ ആണ് അങ്ങനെ ഉണ്ടാവുക. അടുത്ത ചോദ്യം, 2-dimensional positioning device in laptop. 2-dimensional positioning device in laptop ഏതാണ്? ട്രാക്ക് ബോൾ. അടുത്ത ചോദ്യം, arrange according to the size. arrange according to the size ഏതാണ് വരിക? അപ്പോൾ ഇത് അസെൻഡിങ് ആണല്ലോ ഡിസെൻഡിങ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം അല്ലേ. ഇത് നോക്കാം, ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? റെക്കോർഡ്, ഫീൽഡ്, ബൈറ്റ്, ബിറ്റ് എന്ന് വെച്ചാൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണേ. അതായത് ഏറ്റവും ആദ്യം ഏതാ വരിക? ബിറ്റാണ്. ബിറ്റിന് ശേഷം ബിറ്റുകൾ ചേർന്ന് ബൈറ്റ് ആവുന്നു, അവിടെ നിന്നത് ഫീൽഡായി മാറുന്നു, ഫീൽഡുകൾ എല്ലാം ചേർന്നിട്ട് അവിടെ ഒരു വലിയ റെക്കോർഡായി മാറുന്നു. അപ്പോൾ ഇതുതന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ചെക്ക് ചെയ്താലും അത് കറക്റ്റ് ഓർഡറല്ല, കാരണം ബിറ്റ് കഴിഞ്ഞാൽ ബൈറ്റാണ് ആക്ച്വലി വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി അല്ലാന്ന് മനസ്സിലായി. ഫീൽഡ് കഴിഞ്ഞ് എന്തായാലും ബൈറ്റ് വരില്ല, സോ അവിടെയും അത് ക്യാൻസലാണ്. ഇപ്പോൾ അഥവാ ബൈറ്റ് കഴിഞ്ഞു വെച്ചാൽ അവിടെ ബിറ്റായിരുന്നു വരേണ്ടിയിരുന്നത്, അപ്പോൾ ആ ഓപ്ഷനും അല്ല. ബൈറ്റ്, ബിറ്റ്, റെക്കോർഡ്, അപ്പോൾ ഇതും അല്ല. സോ നമ്മുടെ ആൻസർ എന്തായാലും ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഇൻ സ്പൈറ്റ് ഓഫ് ഓൺ ലാമ്പ് ഓഫ് പ്രിൻറ്റർ
it is not printing. How problem can be rectified? In spite of on lamp of printer, it is not printing. How problem can be rectified? എന്താണ് ചെയ്യേണ്ടത്? Make sure the printer is online. Make sure the printer is online. അടുത്ത ചോദ്യം. A 25 pin female connector on the back of your computer will be typically of. ആൻസർ പാരലൽ പോർട്ടിലായിരിക്കും. അടുത്ത ചോദ്യം. ഇലക്ട്രോണിക് ഫാൻ റെഗുലേറ്റർ യൂസേഴ്സ്. ഇലക്ട്രോണിക് ഫാൻ റെഗുലേറ്റർ യൂസേഴ്സ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ എന്താണ് വരിക. ആൻസർ വരുന്നതാണ് ട്രയാക്ക്. Process of dividing the disk into tracks and sectors. The process of dividing the disk into tracks and sectors. ഒരു പ്രോസസ്സ് നമ്മൾ എന്തെന്നാ വിളിക്കുക? ഫോമാറ്റിംഗ്. അടുത്ത ചോദ്യം. In a differential mode of an op-amp there is. In differential mode of an op-amp there is dash. എന്താണ്? 2 inputs and 1 output. 2 inputs and 1 output. അടുത്ത ചോദ്യം. The figure shows use of op-amp as dash. The figure shows use of op-amp as dash. Answer integrator. Integrator. അടുത്തത്. The circuit shows which application of 555 timer. The circuit shows which application of 555 timer. Answer monostable multi vibrator. അടുത്ത ചോദ്യം. Protocols are set of rules for dash. Protocols are set of rules for dash. ആൻസർ കമ്മ്യൂണിക്കേഷൻ. നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂളുകൾ നമ്മൾ ഫോളോ ചെയ്യണം അല്ലേ നെറ്റ്വർക്കിലുള്ളത്. അതിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുക. സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്ത്? പ്രോട്ടോകോൾസ്. എന്തിനാണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നെറ്റ്വർക്കിൽ വരുന്ന രീതി ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻ ലിനക്സ് എവ്രിതിങ് സ്റ്റോർഡ് ആസ് എ. ഇൻ ലിനക്സ് എവ്രിതിങ് സ്റ്റോർഡ് ആസ് എ. ലിനക്സിലെ എല്ലാം എന്താണ്? ഫയലുകളാണ് അല്ലേ. ലിനക്സിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സും എല്ലാ കമാൻഡുകളും നമ്മൾ ഓൾറെഡി എടുത്തത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. സോ ദ അഡ്രസ് ഓഫ് ലൊക്കേഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ് ഓൺ ദ വേൾഡ് വൈഡ് വെബ് ഈസ് കോൾഡ് ഇറ്റ്സ്. ദി അഡ്രസ് ഓഫ് ലൊക്കേഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ് ഓൺ ദ വേൾഡ് വൈഡ് വെബ് ഈസ് കോൾഡ് ഇറ്റ്സ് URL. അടുത്ത ചോദ്യം. ഈ URL നിന്നും ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നടന്ന ഒരു എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ച് സ്വിച്ചിങ് ടെക്നോളജി റെഡ്യൂസസ് ദ സൈസ് ഓഫ് എ ബ്രോഡ്കാസ്റ്റ് ഡൊമെയിൻ. വിച്ച് സ്വിച്ചിങ് ടെക്നോളജി റെഡ്യൂസസ് ദ സൈസ് ഓഫ് എ ബ്രോഡ്കാസ്റ്റ് ഡൊമെയിൻ. ആൻസർ VLANs. അടുത്ത ചോദ്യം. ഇൻ്റർനെറ്റ് മോഡൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ലെയേഴ്സ്. ഇൻ്റർനെറ്റ് മോഡൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ലെയേഴ്സ്. 5 layers. അടുത്ത ചോദ്യം. To improve network performance by increasing the bandwidth available to hosts and limit the size of the broadcast domain, which will work. എന്താണ്? To improve network performance by increasing the bandwidth available to hosts and limit the size of the broadcast domain, which will work. Answer is switches configured with VLANs. അടുത്ത ചോദ്യം. Protocol that allows user to log on to a host computer from remote computers. അല്ലേ, നമുക്ക് വേറെ എവിടെയെങ്കിലും ഉള്ള സിസ്റ്റത്തിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതായിരിക്കും? ടെൽനെറ്റ് ആയിരിക്കും.
ആൻസർ എന്താണ് വരുന്നത്? ടെൽനെറ്റ്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ ഓർ സെർവർ ഓൺ ദ നെറ്റ്വർക്ക് ഈസ് ഓൾസോ നോൺ ആസ്. കമ്പ്യൂട്ടർ ഓർ സെർവർ ഓൺ എ നെറ്റ്വർക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഹോസ്റ്റ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസും നമ്മൾ എന്തെന്നാണ് വിളിക്കുക? ഹോസ്റ്റ്, അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻസ് എന്നൊക്കെ പറയും. അടുത്ത ഇൻ്റർനെറ്റ് അഡ്രസ് ഈസ് ഡാഷ്. ഇൻ്റർനെറ്റ് അഡ്രസ് ഈസ് ഡാഷ്. എത്ര ബിറ്റാണ് ഇൻ്റർനെറ്റ് അഡ്രസ്സിന് ഉണ്ടാവുക എന്ന്? 32 ബിറ്റാണ്. 32 ബിറ്റ് നമ്പറാണ് എന്ത്? ഇൻ്റർനെറ്റ് അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മുടെ IP അഡ്രസ്സ്. അടുത്തത്, a software used to open web pages on internet. A software used to open web pages on internet. ബ്രൗസർ. നമ്മൾ ബ്രൗസർ വഴിയല്ലേ വെബ് പേജസുകൾ ആക്സസ് ചെയ്യുന്നത്. അടുത്തത്, എനി സോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ഇൻ്റർനെറ്റ് യു വിൽ പ്രോബബ്ലി ഡീൽ വിത്ത് ഡാഷ്. എനി സോർട്ട് ഓഫ് കണക്ഷൻ ടു ഇൻ്റർനെറ്റ് യു വിൽ പ്രോബബ്ലി ഡീൽ വിത്ത് ആൻ ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അതിന് സെർച്ച് ചെയ്യണമെങ്കിലും കാര്യങ്ങളൊക്കെ എന്ത് വേണം? ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം അല്ലേ? അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ISP ആണ്. അതിന് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അടുത്ത ചോദ്യം, ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ഈസ് എ പാർട്ട് ഓഫ് ഏതാണ്? വാൻ. അടുത്ത ചോദ്യം, ദ സെക്കൻഡ് ലെയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ്. സെക്കൻഡ് ലെയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്? സെക്കൻഡ് ലെയർ വരിക ഡേറ്റ ലിങ്ക് ലെയർ അല്ലേ? ഡേറ്റ ലിങ്ക് ലെയർ ആണ് സെക്കൻഡ് വരുന്നത്. ഫസ്റ്റ് ലെയർ ഏതാ? ഫിസിക്കൽ ലെയർ വരും അല്ലേ? ഫിസിക്കൽ ലെയർ ഫസ്റ്റ്. അടുത്തത്, ഡാഷ് ഈസ് നോട്ട് ആൻ അഡ്രസ് റിസോൾവർ പ്രോട്ടോകോൾ. ഡാഷ് ഈസ് നോട്ട് ആൻ അഡ്രസ് റിസോൾവർ പ്രോട്ടോകോൾ. DHCP. അടുത്ത ചോദ്യം, സിസ്റ്റം that can be used both in priority as well as non-priority mode. System that can be used both in priority as well as non-priority mode. ഏതാണ്? Carriers and systems and token passing both. അടുത്തത്, board means എന്താണത്? റേറ്റ് അറ്റ് വിച്ച് ദ സിഗ്നൽ ചേഞ്ചസ്. റേറ്റ് അറ്റ് വിച്ച് ദ സിഗ്നൽ ചേഞ്ചസ്. അടുത്തത്, അൺമോഡ്യുലേറ്റഡ് സിഗ്നൽ കമ്മിങ് ഫ്രം ട്രാൻസ്മിറ്റർ ഈസ്. അൺമോഡ്യുലേറ്റഡ് സിഗ്നൽ കമ്മിങ് ഫ്രം ട്രാൻസ്മിറ്റർ ഈസ് എന്താണത്? ബേസ് ബാൻഡ് സിഗ്നൽ. ഓപ്ഷൻ ബി, ബേസ് ബാൻഡ് സിഗ്നൽ. അടുത്തത്, ഗേറ്റ്വേസ് ആർ യൂസ്ഡ് ടു കണക്ട്. Gateways are used to connect different networks together such as TCP, IP and DEC network. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ഉള്ള എന്താ പറയുന്നത് ആ നെറ്റ്വർക്കുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആരാ? ഗേറ്റ്വേ. ഇതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നേ. അടുത്ത, റിപ്പീറ്റർ ആക്ട് ലൈക്ക് എ ഡാഷ്. റിപ്പീറ്റർ ആക്ട് ലൈക്ക് എ ആംപ്ലിഫയർ. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ് അല്ലേ? അതെന്ത് ചെയ്യും? ഇപ്പോൾ ഒത്തിരി ദൂരേക്കൊക്കെ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ എത്ര ദൂരം സഞ്ചരിക്കുന്നോ അതിനനുസരിച്ച് അതിങ്ങനെ വീക്കായി വരും. അപ്പോൾ വീക്കായി വരുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് വയ്ക്കും? റിപ്പീറ്ററുകൾ തന്നെ പ്ലേസ് ചെയ്യും. സോ അതൊരു ബൂസ്റ്റ് കിട്ടിയ മാതിരി തന്നെ വീണ്ടും എനർജി കൊടുത്ത് വീണ്ടും അത്യാവശ്യം എനർജിയിൽ അതിനെ വീണ്ടും എന്താണ് മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് വിടുന്ന ആളാണ് ആരാ? റിപ്പീറ്റർ. അങ്ങനെ എത്ര ദൂരം കവർ ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് റിപ്പീറ്ററുകൾ ഇടയിലിടയിൽ ഉണ്ടായിരിക്കും. ആ റിപ്പീറ്ററുകളിലെ കൂടെയാണ് നമ്മൾ ഇവിടുന്ന് ഒത്തിരി ദൂരേക്കൊക്കെ അയക്കുന്ന മെസ്സേജുകളൊക്കെ അതേപടി അപ്പുറത്ത് എത്തുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ഡസ് നോട്ട് പ്രൊവൈഡ് എ ഫിസിക്കൽ ലിങ്ക് ബിറ്റ്വീൻ ടെർമിനൽ ആൻഡ് കമ്പ്യൂട്ടർ. ഡാഷ് ഡസ് നോട്ട് പ്രൊവൈഡ് എ ഫിസിക്കൽ ലിങ്ക്. ഒരു ഫിസിക്കൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ രണ്ട് കമ്പ്യൂട്ടേഴ്സോ എന്തെങ്കിലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ തമ്മിൽ ഒരു ഫിസിക്കൽ ലിങ്ക് ഇല്ലാത്തത് ഇതിൽ ഏതാണ്? ആൻസർ ഏതാ വരിക? മൈക്രോവേവ്. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ പറഞ്ഞൊരു കേബിൾ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ടെലിഫോൺ ലൈൻ ആണെങ്കിലും ഒരു കേബിൾ കണക്ഷൻ ഉണ്ട്. കോയാക്സിൽ കേബിൾ പറഞ്ഞാൽ കേബിൾ അവിടെ ഉണ്ട്. മൈക്രോവേവ് പറഞ്ഞാലോ അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത അല്ലേ, ഒരു ഡയറക്റ്റായിട്ടൊരു കണക്ഷൻ ഇല്ല, ഫിസിക്കൽ കണക്ഷൻ ഇല്ല അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വേവായിട്ട് സിഗ്നൽസ് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്.
അടുത്ത ചോദ്യം, LAN to LAN connection is provided with, LAN to LAN connection is provided with leased line. Leased line. അപ്പോൾ അടുത്ത ചോദ്യം, which pairs of protocols can use multiple TCP connections between the same client and the server? Which one is that? എന്താണ് വിച്ച് പെയേഴ്സ് ഓഫ് പ്രോട്ടോക്കോൾ, ഏത് പെയറാണ് ഈ തന്നിരിക്കുന്നതിൽ ഏത് പ്രോട്ടോക്കോൾ പെയറാണ് മൾട്ടിപ്പിൾ TCP കണക്ഷൻ, ഒരേ ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെ ഇടയിൽ തന്നെ മൾട്ടിപ്പിൾ TCP കണക്ഷൻസ് വരുന്നത് ഏതാണ്? ഏതായിരിക്കും? HTTPയും FTPയും, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും. അടുത്ത ചോദ്യം, IPv4 ലെയർ ഡാറ്റാഗ്രാം. IPv4ൽ നിന്നും ആ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ കേട്ടോ, അതുകൊണ്ടാണ്. ഇൻ IPv4 ലെയർ ഡാറ്റാഗ്രാം ഈസ് എ വേരിയബിൾ ലെങ്ത്. അത് 2 protocols of IPsec. 2 protocols of IPsec ഏതാണ്? AHESP. അടുത്ത ചോദ്യം, in the figure bridge is circled as number. In the figure bridge is circled as number. ഇവിടെ ആക്ച്വൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏത് നമ്പറിലാണ് ബ്രിഡ്ജിനെ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സൂം ചെയ്യാം, നിങ്ങൾക്കത് വിസിബിൾ ആവുന്നുണ്ടല്ലേ? ഓക്കെ, വിസിബിൾ ആവുന്നുണ്ട് അല്ലേ? ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. ഇത് 1 ആണേ, ഇത് 1, ഇവിടെ 2, ലെഫ്റ്റിൽ 2, താഴെ 3, റൈറ്റിൽ 4. അപ്പോൾ ഇതിൽ ഏതാണ് ബ്രിഡ്ജ് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. 2 എന്ന നമ്പർ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ അവിടെ എന്ത് വരുന്നത്? ബ്രിഡ്ജ് വരുന്നത് കേട്ടോ. അപ്പോഴത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ റിപ്പീറ്റർ ഈ സർക്കിൾഡ് ആസ്. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതാണ് റിപ്പീറ്റർ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്പർ 1, ഇത് നമ്പർ 2, ഇത് നമ്പർ 3 ആൻഡ് ദിസ് ഈസ് നമ്പർ 4. അപ്പോൾ ഏതാണ് റിപ്പീറ്റർ? ഇവിടെ ഈ മൂന്നാമതായിട്ട് കൊടുത്തിട്ടില്ലേ, ഇതാണ് നമ്മുടെ റിപ്പീറ്റർ, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, the media of transmission of data in case of wireless connection is. The media of transmission of data in case of wireless connection. വയർലെസ് കണക്ഷൻ, നമുക്ക് വയേർഡ് ആണെങ്കിൽ പറയാം വയർ ഉണ്ട് അവിടെ നിന്ന് അല്ലേ. അപ്പോൾ വയേർഡ് അല്ലാത്ത കണക്ഷനുകളിൽ അവിടുത്തെ ട്രാൻസ്മിഷൻ മീഡിയ എന്താണെന്നാണ് ചോദ്യം. ആൻസർ എയറിലൂടെ അല്ലേ, വായുവിലൂടെയല്ലേ ആ ഒരു ഇത് പോകുന്നത്, നമ്മുടെ സിഗ്നൽ പോകുന്നത്. അടുത്തത്, IP assigned for a client by DHCP server is. IP അഡ്രസ്സ്, അപ്പോൾ അത് അസൈൻ ചെയ്യുന്നുണ്ട് ആര്? DHCP സെർവർ ക്ലയൻറ്റുകൾക്ക് അല്ലേ. അപ്പോൾ അത് എന്താണ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് അല്ലേ. ആ ഒരു നെറ്റ്വർക്കിലുള്ള അത്രയും സമയമാണ് ആ ഒരു IP അഡ്രസ്സ് കിട്ടും. നമുക്കറിയാം IP അഡ്രസ്സ് എന്താവും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു നെറ്റ്വർക്കിന് ഒരു IP അഡ്രസ്സ് ആയിരിക്കും. അടുത്തത്, ഇൻ്റർനെറ്റ് ഈസ് ഡാഷ്. ഇൻ്റർനെറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കുകളുടെ ഒരു നെറ്റ്വർക്ക് നമുക്ക് എന്ത് വിളിക്കാം? ഇൻ്റർനെറ്റ്. അടുത്ത, സപ്പോർട്ടിംഗ് പ്രോഗ്രാം യൂസ്ഡ് ബൈ അതർ പ്രോഗ്രാംസ് സച്ച് ആസ് ഇമെയിൽ ഈസ്. സപ്പോർട്ടിംഗ് പ്രോഗ്രാം യൂസ്ഡ് ബൈ അതർ പ്രോഗ്രാംസ് സച്ച് ആസ് ഇമെയിൽ ഈസ്. ആൻസർ എന്താ വരിക? DNS. ഈ DNSൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ഒരു എക്സാം. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ PSC നടത്തിയ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. ഇപ്പോൾ ഇന്നലെയാണ് നടന്നത്. ആക്ച്വലി 11th ഒരു എക്സാം നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ എക്സാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. WPA2 ഈസ് യൂസ്ഡ് ഫോർ സെക്യൂരിറ്റി ഇൻ. WPA2 ഈസ് യൂസ്ഡ് ഫോർ സെക്യൂരിറ്റി ഇൻ വൈഫൈ. നമ്മൾ വൈഫൈ പാസ്വേഡൊക്കെ ചെക്ക് ചെയ്യില്ലേ ഫോണിൽ, അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും WPA2 എന്നൊക്കെ പറഞ്ഞിട്ട്. നെക്സ്റ്റ് എന്താണ്? വാട്ട് പോർട്ട് ഡസ് ടെൽനെറ്റ് യൂസ്? ടെൽനെറ്റ് നമ്മൾ പറഞ്ഞു റിമോട്ടായിട്ട് ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ് എന്നല്ലേ. അപ്പോൾ ആ ടെൽനെറ്റിൻ്റെ പ്രോട്ടോക്കോൾ ഏതാണെന്ന്. സോ വാട്ട് പ്രോട്ടോക്കോൾ
പ്രോട്ടോകോൾ അല്ല, ഇത് പോർട്ടലാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സോ വാട്ട് പോർട്ട് ഡസ് ടെൽനെറ്റ് യൂസ്? ആൻസർ 23 ആണ് വരുന്നത്. അടുത്ത ചോദ്യം, DNS client or server program can support an email program to find IP address of an dash. DNS client server program can support an email program to find IP address of an answer email client. അടുത്തത്, in domain name system server makes a database called. In domain name system server makes a database called zone file. അടുത്തത്, generally grounding is provided for. Generally grounding is provided for. എന്തിനാണ് ഗ്രൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ഫോർ ദ സേഫ്റ്റി ഓഫ് ദി എക്യുപ്മെൻറ്റ് ആൻഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദി ഓപ്പറേറ്റിംഗ് പേഴ്സണൽ ബോത്ത്. അടുത്ത ചോദ്യം, ദി ഫോളോയിങ് ഈസ് ഓർ ആർ ഫിസിക്കൽ ഹെസാർഡ് ഏജൻറ്റ്സ്. ഫിസിക്കൽ ഹെസാർഡ് ഏജൻറ്റ്സ് ഇതിൽ ഏതൊക്കെയാണ് എന്ന്? ഫോൾസ് ഇലക്ട്രിസിറ്റി, ഇൻഹലേഷൻ, എല്ലാം എന്തുതന്നെയാണ്? ഫിസിക്കൽ ഹസാർഡുകൾ തന്നെയാണ്. അടുത്ത ചോദ്യം, ദ ഫോളോയിങ് ഈസ് ഓർ ആർ യൂസ്ഡ് ആസ് സേഫ്റ്റി ഡിവൈസ് ഇൻ മെഷീൻസ്. സേഫ്റ്റി ഡിവൈസസ് ഇൻ മെഷീൻസ്. തന്നിരിക്കുന്ന എല്ലാം എന്തുതന്നെയാണ്? സേഫ്റ്റി ഡിവൈസാണ്. ഇപ്പോൾ ഫെയിൽ സേഫ് ആയിക്കോട്ടെ, സേഫ്റ്റി ഇൻ്റർലോക്ക് ആയിക്കോട്ടെ, ലിമിറ്റ് സ്വിച്ചസ് എല്ലാം എന്തുതന്നെയാണ്? സേഫ്റ്റി ഡിവൈസസ് ആണ്. അടുത്തത്, ട്രയാക്ക് ഹാസ് 3 ടെർമിനൽസ്. ട്രയാക്ക് ഹാസ് 3 ടെർമിനൽസ്. 2 മെയിൻ ടെർമിനലും ഒരു ഗേറ്റ് ടെർമിനലും. അടുത്ത ചോദ്യം, ഹൗ മെനി ടെർമിനൽസ് എ ഡയാക് ഹാസ്? ഡയാക്കിന് എത്ര ടെർമിനലുകളുണ്ട്? 2 എണ്ണാണുള്ളത്. അടുത്ത ചോദ്യം, the device that does not have the gate terminal is. The device that does not have the gate terminal is diac. നമ്മൾ നേരത്തെ നോക്കിയ അതേ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂഷൻ ആണല്ലേ. ട്രയാക്കിൽ എന്തുണ്ടായിരുന്നു? ഒരു ഗേറ്റ് ടെർമിനൽ ഉണ്ടായിരുന്നു. ഡയാക്കിൽ എന്തില്ല? ഗേറ്റ് ടെർമിനൽ ഇല്ല. അടുത്തത്, SMPS ഈസ് യൂസ്ഡ് ഫോർ. SMPS ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് കൺട്രോൾഡ് DC പവർ സപ്ലൈ. ഈ ഒരു ക്വസ്റ്റ്യനും അതിലുണ്ടായിരുന്നു കേട്ടോ. അതായത് പവർ സപ്ലൈ ഏതാണ്? CPU-ൽ ഉള്ള ഇൻറ്റർണൽ പവർ സപ്ലൈൻ്റെ പേരെന്താന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ റീസെൻ്റ്ലി നടന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. SMPS ഹാസ് ലോ ഇൻപുട്ട് റിപ്പിൾ. അടുത്തത്, teletypewriter terminal is an example of. Teletypewriter terminal is an example of input output devices. Other dot matrix and solid font printers are examples of. Dot matrix and solid font printers are examples of character printer. Other inkjet printers or band printers are classified as. Inkjet printers or band printers are classified as line printers. അടുത്ത ചോദ്യം, printers in which output is printed by use of light beam and particles of ink infused on paper is best classified. ഇത് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് വന്ന് ചോദിക്കുകയാണ്, റിപ്പീറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഇതിൻ്റെ ആൻസർ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങളിപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയതല്ലേ, ഇതിൻ്റെ ഒരു ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 81. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിത് നോക്കിയ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റ്യൻ നമ്പർ കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ നോക്കുക. അടുത്തത്, ടൈപ്പ് ഓഫ് പ്രിൻറ്റർ ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് ഓർ ലെറ്റേഴ്സ് ആർ ഫോംഡ് വിത്തൗട്ട് യൂസ് ഓഫ് എനി മെക്കാനിക്കൽ ഇമ്പാക്റ്റേഴ്സ് ടേംഡ് ആസ്. Type of printer in which characters or letters are formed without use of any mechanical impactors termed as non-impact printer. അടുത്ത ചോദ്യം, sulfation is a lead acid battery occurs due to. Sulfation in a lead acid battery occurs due to incomplete charging. അടുത്ത ചോദ്യം, computer device which detects each spot of image on a paper is dash. Computer device which detects each spot of image on a paper is dash.
സ്കാനർ. അടുത്ത ചോദ്യം, സ്കാനർ വിത്ത് എ റിസൊല്യൂഷൻ ഓഫ് 600 dots per inch can split image into dash. ആൻസർ 600 into 600 areas. അടുത്ത ചോദ്യം, LCD monitors often have a smaller refresh rate than LCD dash. CRT monitors. അടുത്തത്, to minimize eye strain you should adjust your computer to a degree angle of 5. അടുത്തത്, we can align electron guns with the help of dash. We can align electron guns with the help of dash. Pixel. അടുത്ത ചോദ്യം, a DVD is optical disc. അടുത്ത ചോദ്യം, which of the following is not a type of optical disc? Which of the following is not a type of optical disc? Winchester. അടുത്തത്, PCI stands for എന്താണത്? പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ദ പാർട്ട് ഓഫ് എ പ്രോസസ്സർ വിച്ച് കണ്ടെയ്ൻസ് എ ഹാർഡ്വെയർ നെസസറി ടു പെർഫോം ഓൾ ദി ഓപ്പറേഷൻസ് റിക്വയർഡ് ബൈ എ കമ്പ്യൂട്ടർ. ഏതാണ്? ഡേറ്റ പാത്ത്. അടുത്ത ചോദ്യം, സീരിയൽ പോർട്സ് ആർ കണക്റ്റഡ് ടു external modem. അടുത്തത്, ഹാർഡ് ഡിസ്ക് ആർ ഓർഗനൈസ്ഡ് ആസ് cylinders and tracks. അപ്പോൾ അടുത്ത ചോദ്യം, the hard disk is referred to in a computer by the name. The hard disk is referred to in a computer by the name D drive. അടുത്തത്, the full form of HDD is ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അടുത്ത ചോദ്യം, how many pins are there on a VGA? 15. അടുത്ത ചോദ്യം, what is modified when changing the system startup boot sequence? BIOS, CMOS. അടുത്തത്, missing slot covers on a computer can cause dash. Overheat. അപ്പോൾ അടുത്ത ചോദ്യം നമ്മുടെ 100th ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? യു സസ്പെക്റ്റ് എ വൈറസ് ഹാസ് എൻറ്റേർഡ് യുവർ കമ്പ്യൂട്ടർ, വാട്ട് വിൽ നോട്ട് ബി affected by the virus? You suspect a virus has entered your computer, what will not be affected by the virus? CMOS. അപ്പോൾ ഇത്രയും 100 ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയാം. അങ്ങനെ നമുക്കിതിൻ്റെ പാർട്ട് 2 നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അതുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കൂടെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സും കൂടി നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ, എന്തായാലും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണോ, എക്സാം വരെ നമ്മൾ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണോ എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.